ഇന്നലെ 2 ചെറിയ ബോക്സുകൾ നമുക്ക് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ചെയിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2 പ്രൊഡക്റ്റുകളാണ്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ചെയിൻ ഓയിലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. ചാർജ് ഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റാണ് നമുക്ക് ഇത് അയച്ചു തന്നത്. പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് RCBയുടെ ഒരു ചെയിൻ ടെൻഷനറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ 2 പ്രൊഡക്റ്റുകളുടെ അൺബോക്സിങ് അതേപോലെ തന്നെ ഇൻസ്റ്റാളേഷൻ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഡയറക്റ്റ് അൺബോക്സിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പേരാണ് ചെയിൻ ടെൻഷനർ. ഇത് എന്തിനാണ് ഉപയോഗിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ലഡാക്കൊക്കെ പോകാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ നമ്മളൊരു 600-700 കിലോമീറ്റർ ഓടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ചെയിനും കാര്യങ്ങളൊക്കെ ലൂസായിട്ട് ഭയങ്കരമായിട്ട് ചെയിനൊക്കെ അടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചെയിനൊക്കെ ലൂസ് ആവുന്ന സമയത്ത് ചെയിനടി കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെൻഷനർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചെയിൻ ലൂസ് ആവുന്നതിനനുസരിച്ച് ഈ ഒരു റോളർ ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ ചെയിനടി കാര്യങ്ങളൊന്നും ഈ ഒരു സംഭവം നിങ്ങളുടെ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വരില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ബൈക്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇതിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇത്. അപ്പോൾ ചെയിനടിയൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങൾക്ക് വാങ്ങിച്ച് ഇൻസ്റ്റാൾ ചെയ്യാം. ലിക്യുമോളിയുടെ വെബ്സൈറ്റിലും അല്ലെങ്കിൽ ഇപ്പോൾ LRM മോട്ടോഴ്സിലൊക്കെ ഈ ഒരു സംഭവം അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇതൊന്ന് ജസ്റ്റ് ഫിറ്റ് ചെയ്യണമെന്നും കൂടെ ഞാൻ കാണിക്കാം. ഇപ്പോൾ നോർമലായിട്ട് സിംഗാപ്പൂർ വരുന്ന പൾസർ ഇപ്പോൾ 220 നല്ല തരത്തിൽ തന്നെ ചെയിനടിയും കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള വണ്ടികൾക്കാണ് കേട്ടോ ഈ ഒരു സംഭവം ശരിക്കും കറക്റ്റായിട്ട് സ്യൂട്ട് ആവുക. ഏകദേശം ഇതേപോലെയാണ് ഇത് ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ ചെയിനും കാര്യങ്ങളൊക്കെ ഫുൾ ടൈറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഭയങ്കരമായിട്ട് താഴ്ന്നു നിൽക്കുന്നത്. ചെയിൻ ലൂസ് ആവണതിനനുസരിച്ച് ഇതിങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കും. ഇനി നമുക്ക് ബോൾട്ട് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ബൈക്കിന് ആവശ്യത്തിനുള്ള ഡിസ്റ്റൻസിൽ ഞാൻ ഈ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. പിന്നെ ഇതിന് ചെയിൻ ഗാർഡും കൂടെ വരുന്നതാണ്. ഇപ്പോൾ ചെയിൻ ഗാർഡ് വെക്കണ സമയത്ത് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വേണം ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചെയിൻ ഗാർഡ് ഇങ്ങനെ പൊന്തിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ചെയിൻ ഗാർഡ് കട്ട് ചെയ്ത് കളയേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വളരെ നിസ്സാരമായിട്ട് നമുക്ക് സ്വയം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ നോർമലായിട്ടുള്ള സിംഗാമ വന്നിട്ടുള്ള മോഡലുകളിലും മാത്രമാണ് ഇത് സപ്പോർട്ട് ആയിട്ടുള്ളൂ. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയിൻ ഓയിലർ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ബോക്സിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബോക്സിൽ ഇത്ര ആക്സറീസ് ആണ് വന്നിട്ടുള്ളത്. ഈ 2 ഭാഗമാണ് നമ്മുടെ ഹാൻഡിലിൽ സെറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. പിന്നെ ഈ ഒരു പൈപ്പ് വളരെ സിമ്പിളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കയറ്റാം, എന്നിട്ട് ഇതൊന്ന് പ്രസ് ചെയ്യാം, ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതെന്ന് പറയുന്നത് ഈ ഒരു ബ്രഷിൻ്റെ നീളം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ്. അപ്പോൾ ഇതിങ്ങനെ ബോൾട്ട് ചെയ്യുക. അതിന് ശേഷം ഇത് എത്ര ഡിസ്റ്റൻസ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ലോങ് റൈഡൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ബൈക്ക് നിർത്തി ഓയിൽ ക്യാൻ ഉപയോഗിച്ച് ഓയിൽ കൊടുക്കുന്നതിന് പകരം ഈ ഒരു സംഭവത്തിന് നമുക്ക് ഓയിൽ ഫില്ല് ചെയ്യാം. എന്നിട്ട് അതിനനുസരിച്ച്, അതായത് ചെയിൻ്റെ ഭാഗത്തുനിന്ന് സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നതിനനുസരിച്ച് നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യണ പോലെ തന്നെ ഇത് പ്രസ് ചെയ്തിട്ട് ചെയിനും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് ഓയിൽ കൊടുക്കാം. ഓൾറെഡി ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വണ്ടിയിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്തതാണ്. വളരെ നല്ല പെർഫോമൻസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് ചെളിയൊക്കെ കാണുന്നത്. ഈ ഒരു സംഭവം വെറും ബ്രഷ് മാത്രമല്ല, നമ്മളവിടെ അപ്ലൈ ചെയ്യണ സമയത്ത് ഇതിൻ്റെ ഹോളിൽ കൂടിയാണ് ചെയിനിലേക്ക് ഓയിലും കാര്യങ്ങളൊക്കെ എത്തണത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ഇതിപ്പോൾ ഞാൻ മുകളിൽ ഫിറ്റ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഇതെന്തെങ്കിലും കാരണം കൊണ്ട് ചെയിൻ്റെ ഇടയിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെയിൻ പോക്കറ്റിൻ്റെയും അതേപോലെ തന്നെ വണ്ടി റണ്ണിങ്ങിലാണെന്ന് വെച്ചാൽ നമ്മുടെയും പണികുറ്റം കഴിയാനുള്ള കാരണമുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ 2 ഭാഗങ്ങളും നമുക്ക് ഹാൻഡിലിൽ ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഹാൻഡിലുള്ള ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഐഡിയ പോലെ ഉള്ളിൽ കൂടെ എടുക്കണമെങ്കിൽ ഉള്ളിൽ കൂടെ എടുക്കാം. അതെങ്ങനെയാണോ നിങ്ങൾക്ക് ഭംഗി തോന്നുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഇതിൽ നിങ്ങൾ വലിക്കുക. പരമാവധി ഈ ഒരു ട്യൂബ് ചെയിനുമേ ടച്ച് ചെയ്യാത്ത പോലെ കണക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചെയിൻ്റെ കൂടെ ഒക്കെ ഇത് കയറി പോയിട്ട് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സംഭവം ഊരിയെടുക്കുക. ഇതിൻ്റെ ഉള്ളിലൊരു വാഷറൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് തിരിച്ച് ഫിറ്റ് ചെയ്യണ സമയത്ത് ഈ ഒരു വാഷറൊക്കെ ഇടാൻ ശ്രദ്ധിക്കുക. ഇനി ഞാൻ ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട്, വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല, ഓയിലാണ് ഒഴിക്കേണ്ടത്. പക്ഷേ വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഡെമോ കാണിക്കാം. പിന്നെ പരമാവധി നല്ലപോലെ തന്നെ ബോൾട്ടുകൾ ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ലെയറൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ പമ്പിങ് അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും നടക്കില്ല. ബോൾട്ടും കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്തു. ഇനി ഇതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കണ്ടോ. അപ്പോൾ പമ്പാവണത് നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇത് പ്രസ് ചെയ്യുന്നതനുസരിച്ച് ഈ ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ടോ. ഇത് എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് നേരത്തെ പോലെ ഇതിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ പ്രസ് ചെയ്യണതനുസരിച്ച് വെള്ളം എന്നുള്ളത് നിങ്ങൾ ഓയിലായിട്ട് സങ്കല്പിച്ചാൽ മതി. ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും.
അപ്പോൾ ഈ 2 പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്കും അതേപോലെ തന്നെ കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. ഇത് യാതൊരു തരത്തിലുള്ള പ്രൊമോഷനും കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾക്ക് വില കൊണ്ട് മെച്ചുണ്ടാവുമെന്ന് തോന്നാച്ചാൽ മാത്രം പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുക. അപ്പോൾ നിലവിൽ ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അതിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ടൊരു ലൈക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ഇടാം. ശരി.